ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ശ്രമങ്ങൾക്കായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഹോർമസിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക. ഹോർമസ് കടലിടുക്ക് ഉപരോധിക്കാൻ അമേരിക്കൻ നേവിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഉപരോധ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. സമാധാന കരാറിന് തൊട്ടടുത്തെത്തിയപ്പോൾ അമേരിക്ക നിലപാടുകൾ മാറ്റിയതാണ് തിരിച്ചടിയായതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി അമേരിക്കൻ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. എന്തായാലും അമേരിക്കയിൽ നിന്ന് പറയാനുള്ളത് അത്ര ശുഭകരമായുള്ള വാർത്തയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമാധാന ചർച്ച വീണ്ടും അലസിപ്പിരിയുന്നത്? ഹോർമസ് കടലെടുക്ക് മാത്രമാണോ ഇവിടുത്തെ പ്രതിസന്ധി, അതോ മറ്റ് ഉപാധികൾ അംഗീകരിക്കാത്തതാണോ? അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം ഈ ന്യൂക്ലിയർ അതിൽ അവർ കോംപ്രമൈസ് ചെയ്യത്തില്ലെന്നാണ്. പക്ഷേ ഈ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ട് തടയുവാൻ US നേവിക്ക് ട്രംപ് നിർദ്ദേശം നൽകുമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ഈ ഉപരോധം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇറാനിലെ എല്ലാ തുറമുഖങ്ങളിലേക്കും അതുപോലെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകളെ US നാവികസേന തടയും. ഈ അറബിക്കടലിലെയും അതുപോലെ ഒമാൻ ഉൾക്കടലിലെയും ഇറാനിയൻ തീരപ്രദേശങ്ങൾ പൂർണ്ണമായിട്ടും അമേരിക്കൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഏത് രാജ്യത്തിന്റെ കപ്പലായാലും ഇറാനിയൻ തുറമുഖങ്ങളിൽ ലക്ഷ്യം വെച്ചാണ് പോകുന്നതെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് US സെൻട്രൽ കമാൻഡാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കണം, ഇറാൻ ഒഴികെ ഈ പശ്ചിമേഷ്യയിലോ മറ്റ് തുറമുഖങ്ങളുണ്ട്. അവിടെ പോകുന്ന കപ്പലുകൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് US അറിയിച്ചിട്ടുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്ക് കടക്കുവാൻ ഇറാൻ ഒരു ടോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ടോളാണ്. ആ കപ്പലുകളെ അന്താരാഷ്ട്ര സമുദ്രപരിധിയിൽ വെച്ച് പിടികൂടുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇറാന് നിയമവിരുദ്ധമായിട്ടാണ് ഈ ടോൾ നൽകുന്നത്. അങ്ങനെയുള്ള ഒരു കപ്പലും ഈ സമുദ്രപാതയിൽ കൂടെ സഞ്ചരിക്കാൻ അനുവദിക്കത്തില്ല. അതുപോലെ അമേരിക്കൻ സൈന്യത്തിന് നേരെയോ അല്ലെങ്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയോ വെടിയുതിർത്താൽ ഇറാനെ നരകത്തിൽ എത്തിക്കും എന്ന വലിയ കടുത്ത ഭാഷയിലുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് ആണ് ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞത്. ട്രംപിന്റെ ഈ പുതിയ ഭീഷണികൾ ഇറാനെ ഭയപ്പെടുത്തില്ലെന്നും അതുപോലെ സമാധാന ചർച്ചകളിൽ തങ്ങൾ ഉയർത്തിയ നിലപാടുകളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. അതുപോലെ ഈ ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നെന്നുള്ള ഈ പ്രഖ്യാപനം വന്നതിന്റെ തൊട്ടു പിന്നാലെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ആ വാർത്ത വന്നിട്ടുണ്ട്. 8 ഈ ബാരലിന് ഏതാണ്ട് $104 ഉയർന്നിരിക്കുകയാണ് ഓയിൽ വില. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ നല്ല മനസ്സോടാണ് ഇറാൻ ചർച്ചകളിൽ പങ്കെടുത്തതെന്ന് നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഒരു ധാരണാപത്രം ഒപ്പിടാൻ വെറും ഇഞ്ചുകൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്ക കൂടുതൽ കടുത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ അമേരിക്ക ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സ്മിത, പ്രവിധ. മധു, ഈ കാര്യം തന്നെയാണ് ഈ ആഗോളതലത്തിൽ എല്ലാവരും ആശങ്കയോടെ നോക്കിയ ഒരു കാര്യം. ഇസ്ലാമാബാദിൽ ഒരു വശത്ത് പറയുന്നുണ്ട് ഇതിൽ കാര്യമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്നെങ്കിലും ചെറിയൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷ കൂടി അസ്തമിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എന്താകും? അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ എത്രയോ പേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു സമാധാനമാകും എന്നുള്ള ആ ഒരു ധാരണയ്ക്ക്, ആ പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിട്ടുള്ളത്. ഈ അമേരിക്കയുടെ ഭീഷണിക്കൊന്നും വഴങ്ങില്ല എന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അത് എങ്ങനെയായിരിക്കും? ഈ ചർച്ചയുടെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? പുരോഗമനപരമായിട്ടുള്ള ചർച്ച ഇനിയും ഉണ്ടാകുമോ പോസിറ്റീവായിട്ട്? സ്മിത, നമ്മളിവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇത്രയും നാടകീയത നിറഞ്ഞ നിമിഷങ്ങൾ എനിക്ക് പോലും വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടില്ല. കാര്യം എസ്കാൻ ഷോയിൽ നമ്മൾ പറയുന്നു പുലർച്ചെ വരെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പോയിട്ടുണ്ട്. ഇനി സാങ്കേതിക കാര്യങ്ങളിലുള്ള തുടർ ചർച്ചകൾ അല്പമണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഞായറാഴ്ച പുലരുമ്പോൾ ആരംഭിക്കുമെന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് JD വാൻസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടു, അദ്ദേഹം തിരിച്ചു പോവുകയാണെന്ന്. എന്താണ് ഇതിന്റെ ഇടയിൽ സംഭവിച്ചതെന്ന് യാതൊരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല. നെതന്യാഹുവിന്റെ ഫോൺ JD വാൻസിന് വന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിനൊന്നും സ്ഥിരീകരണമില്ല. ട്രംപ് മയാമിയിൽ ഒരു ഗുസ്തി മത്സരത്തിൽ ആ ഗുസ്തി മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 6 പ്രാവശ്യം ട്രംപുമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു. പക്ഷേ എന്താണ് അവസാന നിമിഷത്തിൽ, നേരത്തെ അബ്ബാസ് അരാഗ്ചി പറഞ്ഞ പോലെ ഇഞ്ചോട് അടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നുള്ള ഒരു പിന്മാറ്റം. ഇത് മാത്രമല്ല, ഈ സാങ്കേതിക കാര്യങ്ങളിൽ കൂടുതൽ സഹായിക്കുവാൻ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു സംഘം നൂർഖാൻ
വ്യോമസേന കേന്ദ്രത്തിൽ പാകിസ്ഥാനിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പാകിസ്ഥാൻ വെച്ച ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, അമേരിക്കയുടെയും ഇറാന്റെയും സംയുക്ത സേന ഹോർമുസ് കടലിടുക്കിലൂടെ നിരീക്ഷണം നടത്തുക. അതൊക്കെ ഒരുപക്ഷെ സാധ്യമാകുന്നതാണ്. പക്ഷേ ന്യൂക്ലിയർ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് അമേരിക്കയുടെ അവസാന നിമിഷത്തെ ഈ പിന്മാറ്റം. സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.